നമസ്കാരം. നമ്മളോർക്കേ നമുക്ക് മാത്രമുള്ളൂ സങ്കടങ്ങളും വേദനകളും. പക്ഷെ നമുക്ക് മാത്രമല്ല, ജീവനുള്ള എല്ലാ സസ്യലതാദികൾക്കും ഉണ്ട്, എല്ലാ വൃക്ഷങ്ങൾക്കും ഉണ്ട്. നമ്മൾ സ്നേഹിച്ചാൽ അത് പ്രതികരിക്കും, നമ്മൾ വിഷമിപ്പിച്ചാൽ അതിന് സങ്കടം കാണിക്കും, നമ്മളോട് യാചിക്കും. അതെനിക്ക് അനുഭവമാണ്. ഞാൻ പറയാൻ പോകുന്നത്, ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. നല്ല വരിക്ക പ്ലാവ്, 40-45ഓളം ചക്കയൊക്കെ ഉണ്ടാകുന്ന അടിപൊളി പ്ലാവായിരുന്നു. ആ മുറ്റത്ത് തന്നെ നിൽക്കുമ്പോൾ മുറ്റത്ത് ചവറ് വീണിട്ടുള്ള കുറച്ച് അലാസുരങ്ങളും, പിന്നെ ഇതിൻ്റെ വേര് എന്ന് അയൽക്കാരൻ്റെ വീട് പൊളിക്കുമോ എന്നുള്ള ഒരിത് അങ്ങേരെപ്പോഴും പരാതിപ്പെടൽ, ഞങ്ങളുടെ പ്ലാവ് നിൽക്കുന്ന തന്നെ അവരുടെ വീട് വിറ്റ് പോകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ പലപ്പോഴും കേട്ട കാരണം എൻ്റെ ഹസ്ബൻഡ് ആ പ്ലാവ് മുറിക്കാൻ തീരുമാനിച്ചു. 2019 നവംബറിൽ. എനിക്ക് ആ സമയത്ത് ഒഴിച്ചിലൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് കേട്ടോ, നടുവേദനയൊക്കെ ആയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്ലാവ് ആണെങ്കിൽ നേരത്തെ ചക്ക ഉണ്ടാവുന്നത് ഒക്ടോബറിൽ ഉണ്ടാവാൻ തുടങ്ങും. ശരിക്കും ചക്ക ഉണ്ടാവാൻ തുടങ്ങുന്നത്, അതായത് അതിൻ്റെ ഗർഭാവസ്ഥ എന്ന് പറയുക, ആ സമയത്ത് മുറിക്കാൻ പാടില്ല ഏത് മരങ്ങളെയും. ഞങ്ങളുടെ പ്ലാവിനെ മുറിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ കുറേ കരഞ്ഞു, അതിനെ മുറിക്കല്ലേന്ന് പറഞ്ഞു. കാരണം ഒരു വൃക്ഷമാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ചെന്ന് അതിനോട് സംസാരിക്കും. മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ ഞാൻ പ്ലാവിനോട് സംസാരിക്കും. ചക്കകളുടെ കാര്യം ഒക്കെ പറയും. നീ താഴെ ഉണ്ടാക്കി താഴട്ടോ, മുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി പറിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ താഴെ തന്നെ ചക്കകളുണ്ടാവും. ഇങ്ങനെ എൻ്റെ ബോഡി ഷേപ്പിൽ ഒരു ചക്ക ഉണ്ടാവുന്ന ഒരു ദിവസം പറഞ്ഞു. ഞാനത് ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഒരു പെണ്ണിൻ്റെ ഷേപ്പിലൊരു ചക്കയുണ്ട്. അത് എൻ്റെ ഷേപ്പൊന്നുമല്ല, നല്ല കടഞ്ഞെടുത്ത ഷേപ്പിൽ. അങ്ങനെ 2019 പ്ലാവ് മുറിക്കാൻ തീരുമാനമായ സമയത്ത് തന്നെ 2 തവണ ചക്കയുണ്ടായി, ധാരാളം ചക്കയുണ്ടായി. മാർച്ചിലും ഏപ്രിലൊക്കെ, അതായത് മുമ്പേ തന്നെ തീരുമാനിച്ചാണ് മുറിക്കുന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, സാധാരണ ചക്കയുണ്ടായി മാർച്ച് ആകുമ്പോഴേക്കും തീരുന്നതാണ്. അത് വീണ്ടും ഏപ്രിലുണ്ടായിട്ട് ഓഗസ്റ്റ് വരെ വീണ്ടും ഉണ്ടായി. മാവ് അങ്ങനെ തന്നെ കുറേ മാങ്ങയുണ്ടായി. അത് പിന്നെ മതിൽ പൊട്ടി തുടങ്ങിയപ്പോഴാണ് അത് മുറിച്ചത്. അപ്പം നമ്മൾ വൃക്ഷങ്ങളെ സ്നേഹിക്കുക, അവരുടെ വാക്കുകൾ കേൾക്കുക. ഇന്നിപ്പോൾ എൻ്റെ ഒന്നേ ചീത്ത പറഞ്ഞതിന് പൂവുണ്ടായ പോലെ എല്ലാത്തിനും ഉണ്ട് ഹൃദയങ്ങൾ.